ഇന്ന് നമുക്ക് ഇതുപോലത്തെ ചെറിയ നോട്ട്ബുക്ക് ചെയ്തെടുത്താലോ? അതിന് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള പഴയ റെക്കോർഡത്തെ കുറച്ച് പേപ്പേഴ്സാണ്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒരേ അളവ് വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മിഡിൽ പോർഷൻ വെച്ച് മടക്കിയിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഗമ്മ് വെച്ച് ഒട്ടിക്കുകയോ നമുക്ക് ചെയ്യാം. ഞാനിവിടെ നീഡിൽ ത്രെഡും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ എന്നെപ്പോലെ നീഡിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ വലിയ നീഡിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ നീഡിൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ അത് കുറച്ച് തറക്കാനായിട്ട് കുറച്ച് പാടുപെടുന്ന പോലെ എനിക്ക് തോന്നി. ഇനി നീഡിലിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതേപോലെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് വരുന്ന വശം നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ 2 സെറ്റ് പേപ്പേഴ്സ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗം റെഡിയാക്കാനായിട്ട് ഒരു പഴയ നോട്ട്ബുക്കിൻ്റെ ചട്ട നമുക്ക് പറിച്ചെടുക്കാം. ആ ഒരു ചട്ട കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ വാൾ സ്റ്റിക്കറിലും കിട്ടുന്ന ആ ഒരു ചാർട്ട് പേപ്പറില്ലേ, അത് ഒട്ടിച്ചിട്ട് കിട്ടുന്ന അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കളർ ചാർട്ട് പേപ്പേഴ്സ് ഉണ്ടെങ്കിലോ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ A4 പേപ്പർ ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ആ ചാർട്ട് യൂസ് ചെയ്ത് സാധാരണ നമ്മളൊരു നോട്ട്ബുക്ക് എങ്ങനെയാണോ കവർ ചെയ്യുക അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ 4 സൈഡും ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ചട്ടയും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പേപ്പേഴ്സും നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെ കലാപരിപാടികളാണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ 2 ടെഡീൻ്റെ സ്റ്റിക്കേഴ്സ് അല്ല അത്, പിന്നെ ഒരു റിബണുമാണ്. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ വേറെ വല്ല ഐഡിയാസും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതെന്ന് മാത്രം. ഇതുപോലെ വല്ല സ്കെച്ചസോ പെന്നോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്യാണ്ടിരുന്നത്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയി തോന്നിയതുകൊണ്ട് ഞാൻ നമ്മുടെ പിങ്ക് ഹൈലൈറ്റർ വെച്ചിട്ട് ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഫസ്റ്റിൻ്റെ പ്ലെയിൻ ലുക്കിനെക്കാട്ടും നല്ലതല്ലേ.